തിരുവനന്തപുരം നെട്ടയത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സ്കൂൾ ബസിനുള്ളിൽ കുത്തേറ്റ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മുൻ വൈരാഗ്യമാണ് കത്തിക്കുത്തിൽ കലാശിച്ചതെന്ന് ചോദ്യം ചെയ്യലിൽ +1 വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞു. പരിക്കേറ്റ 9ാം ക്ലാസ് വിദ്യാർത്ഥി അപകടനില തരണം ചെയ്തു. ഡാൻ കുര്യൻ, സംഭവത്തിന്റെ കൃത്യമായിട്ടുള്ള വിശദീകരണം എന്താണ് പോലീസ് നൽകുന്നത്? ഈ കുത്തേറ്റ കുട്ടി ആശുപത്രി വിട്ടോ? അപർണ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും +1 വിദ്യാർത്ഥിയും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. അത് വലിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിൽ ഇന്നലെ സ്കൂൾ വിട്ട് പോകുന്നതിനിടയിൽ നെട്ടയത്തുനിന്ന് വീട്ടിലേക്ക് ഇരുവരും പോകുന്നതിനിടയിൽ സ്കൂൾ ബസ്സിൽ വെച്ച് വീണ്ടും ഈ തർക്കം പിന്നീട് കയ്യേറ്റത്തിലേക്ക് വഴിവെക്കുകയായിരുന്നു. അതിനിടയിൽ കയ്യിൽ കരുതിയിരുന്ന ചെറിയൊരു ബ്ലേഡിന് സമാനമായ കത്തി ഉപയോഗിച്ചുകൊണ്ട് ഈ 9ാം ക്ലാസ്സുകാരന്റെ കഴുത്തിൽ കുത്തുകയായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഉടൻ തന്നെ ഈ കുട്ടിയെ പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടി പേരൂർക്കട ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അവിടെ നിന്ന് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിയത്. കുട്ടി ആരോഗ്യനില ആശങ്കാജനകമല്ല എന്ന വിവരങ്ങളാണ് ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയുമൊക്കെ ലഭിക്കുന്നത്. പക്ഷേ ആശുപത്രി അധികൃതർ ഇത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ നൽകിയിട്ടില്ല. വട്ടിയൂർക്കാവ് പോലീസ് അല്പസമയം മുമ്പ് നൽകുന്ന സൂചനകൾ അനുസരിച്ച് ആ കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്താണ് ഈ മുൻവൈരാഗ്യത്തിലേക്ക് നയിച്ചതെന്ന കാര്യം അറിയാനായി പോലീസ് വിശദമായി ഈ +1 വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡാനി, കുത്തേറ്റ കുട്ടിയുടെ മാതാപിതാക്കളും ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോവുക തന്നെയാണോ ഈ വിഷയത്തിൽ? തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഗൗരവമായ ഒരു വിഷയമായി മാറിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ പോലീസിന്റെ അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കുടുംബാംഗങ്ങൾ അതിനോട് സഹകരിച്ചേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 9ാം ക്ലാസ്സുകാരന്റെ മാതാപിതാക്കളും പോലീസ് അന്വേഷണവുമായി സഹകരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവർ പ്രായപൂർത്തിയാകാത്ത കുട്ടികളായതിനാൽ പേരോ മറ്റ് വിശദാംശങ്ങളോ ഒന്നും പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. നമുക്കത് സംപ്രേഷണം ചെയ്യുന്നതിനും പരിമിതികൾ ഉണ്ട്. എന്തായാലും നെട്ടയത്തുള്ള ഒരു സ്വകാര്യ സ്കൂളിലെ +1 വിദ്യാർത്ഥിയും 9ാം ക്ലാസ് വിദ്യാർത്ഥിയും തമ്മിലാണ് ഈ വാക്കേറ്റവും കയ്യേറ്റവും ഒടുവിൽ കത്തിക്കുത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്.